എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. പുതിയ മാസത്തിലേക്ക് ഒരു പുതിയ കാൽവയ്പ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ മാസത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു? 1 പത്രോസ് 3:9 പറയുന്നു, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. കാരണം നിങ്ങളൊരു അനുഗ്രഹമാണ്. നിങ്ങൾ ദൈവമക്കളാണ്. നിങ്ങൾ കർത്താവിൻ്റെ പ്രത്യേകം തെരഞ്ഞെടുപ്പാണ്. നിങ്ങളെ കർത്താവ് പ്രത്യേകം വിളിച്ചു വേർതിരിച്ചതാണ്. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ, ഓരോ ദിവസവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കെന്തു വലിയൊരു അനുഗ്രഹമാണ്, എത്ര വലിയ പ്രതിഫലമാണ് കർത്താവ് വെച്ചിരിക്കുന്നത്. കാരണം നിങ്ങൾ കർത്താവിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണികളാണ്. നിങ്ങൾ വിലയേറിയവരാണ്. ഈ മാസം നിങ്ങൾ അത്ഭുതങ്ങൾ കാണും. ഈ മാസം നിങ്ങൾ ജയം കാണും. ഈ മാസം നിങ്ങളുടെ സൗഖ്യത്തിൻ്റെ മാസമാണ്. അതുകൊണ്ട് ഈ മാസത്തിൽ കഴിഞ്ഞതെല്ലാം മറന്നൊരു പുതിയ തുടക്കം കുറിക്കുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ലൈഫ് ഈസ് ഹാർഡ് ബട്ട് നോട്ട് ഇമ്പോസിബിൾ എന്ന ഒരു കോട്ട് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ ഉരുണ്ട ഒരു ഭക്ഷണം കുറേ ഉറുമ്പുകൾ തള്ളി പൊക്കത്തോട്ട് തള്ളിക്കൊണ്ടുപോവുകയാണ്. അതാണ് അതിനകത്തെ പടം, ചിത്രം അതാണ്. ലൈഫ് ഭയങ്കര ഹാർഡാണ്, എന്നാൽ അസാധ്യമല്ല. ഇന്ന് ഈ പ്രകൃതിയിലോട്ട് നോക്കിയാൽ ശലോമോൻ പോലും പറഞ്ഞു, നീ ഉറുമ്പിൻ്റെ അടുക്കൽ പോയി ജ്ഞാനം പ്രാപിക്കുക. ഉറുമ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഹാർഡ് വർക്കാണ്. ഈ ഓഗസ്റ്റ് മാസം നമുക്ക് ജ്ഞാനമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് ഹാർഡ് വർക്കായിരിക്കണം. കഠിനാധ്വാനം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. സ്ഥിരമായ കഠിനാധ്വാനം. ഇടയ്ക്ക് നമ്മൾ കഠിനാധ്വാനം ചെയ്യും, പിന്നെ കുറച്ചാൾ മടുക്കും. അല്ല, സ്ഥിരതയുള്ള ഏത് കാര്യം സ്ഥിരമായിട്ട് ചെയ്താൽ അത് വിജയം കൊണ്ടുവരും. ഉദാഹരണത്തിന്, ഒരു പാറയിൽ കുറേ വെള്ളം ശക്തിയോടെ വീണാൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ ഒരു പാറയിൽ ഓരോ തുള്ളി വെള്ളം സ്ഥിരമായി വീണുകൊണ്ടിരുന്നാൽ അതിലൊരു ദ്വാരമുണ്ടാകും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണ് കാരണം? ആദ്യം പറഞ്ഞത് ആ വെള്ളം വീഴുന്നത് മഴക്കാലത്ത് ഒന്നിച്ചങ്ങോട്ട് വീഴുകയാണ്. പിന്നെ മഴ കഴിഞ്ഞു ഇല്ല. ഈ പറഞ്ഞത് അങ്ങനെയല്ല. ഈ പാറയിൽ എപ്പോഴും ഈ വെള്ളം ഇറ്റിറ്റ് എപ്പോഴും വീണുകൊണ്ടിരിക്കണം. ഓരോ തുള്ളി അതൊരു വലിയ ദ്വാരത്തെ ഉണ്ടാക്കും. കൺസിസ്റ്റൻസി, സ്ഥിരത. അതുകൊണ്ട് നിങ്ങൾ കുറേ നേരം ഒരു കാര്യം ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യം സ്ഥിരമായി ചെയ്യണം. ഉദാഹരണത്തിന്, ദാനിയേൽ പ്രവചനം 6:10 പോലെ തനിക്ക് വിരോധമായി രേഖ എഴുതിയെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ താൻ പതിവായി ചെയ്യുന്നത് പോലെ യെരൂശലേമിൻ്റെ നേരെ എതിർ ഭാഗത്തേക്ക് തുറന്നിട്ടിരുന്ന ജനാലകളുടെ ആ മുൻപിലുള്ള പ്രാർത്ഥനാ സ്ഥലത്ത് പോയി പതിവ് പോലെ മുട്ടുകുത്തി 3 നേരം പ്രാർത്ഥിച്ചു. എന്നാൽ രേഖകൾ തനിക്കെതിരാണെന്നറിഞ്ഞ് അതങ്ങോട്ട് അടച്ചിട്ടൂടെ? വേണ്ട, വലിയ പ്രാർത്ഥനയൊന്നുമില്ല. 3 നേരം താൻ പ്രാർത്ഥിച്ചു. 3 നേരത്തെ പ്രാർത്ഥന. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചർച്ചിൽ പറഞ്ഞ ഒരു കാര്യം, ഒരു ഉപവാസ പ്രാർത്ഥനക്ക് 15 മിനിറ്റ് വെച്ച് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടൊന്ന് പ്രാർത്ഥിച്ചുകൂടെ? സ്ഥിരമായി ആ 15 മിനിറ്റ് പ്രാർത്ഥന അത് നമുക്കൊരു വലിയ മാറ്റം കൊണ്ടുവരും. രാവിലെ ഒരു 15, ഉച്ചയ്ക്കൊരു 15, വൈകിട്ടൊരു 15. ഇനി പോട്ടെ, 20 മിനിറ്റ് ആയാലും 1 മണിക്കൂറായി. 3, 20, 60 മിനിറ്റ് ആയില്ലേ? 1 മണിക്കൂറായില്ലേ?
അപ്പോൾ 1 മണിക്കൂർ പ്രാർത്ഥനയ്ക്ക് 3 തിരിച്ച് പ്രാർത്ഥിക്കും. ഒറ്റ ഇരിപ്പിലിരിക്കുന്നതും അനുഗ്രഹമാണ്. എന്നാൽ നിങ്ങളൊരു ഇരിപ്പിരിക്കാമോ? അത് മണിക്കൂറുകൾ പോകുന്ന ഒരു പ്രാർത്ഥനയിലേക്ക് പിന്നെ നയിക്കട്ടെ. ഇപ്പോൾ സ്ഥിരമായി നിങ്ങളുടെ പ്രാർത്ഥനയിൽ രാവിലെ ഒരു 10 വിഷയം, ഉച്ചക്ക് ഒരു 10 വിഷയം, വൈകിട്ട് ഒരു 10 വിഷയം, അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാമോ? രാവിലെ വാഗ്ദത്തമാണെങ്കിൽ ഉച്ചക്ക് അത്യാവശ്യങ്ങൾ, വൈകിട്ട് മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ. അങ്ങനെ ഒരു ടൈം കണ്ടെത്തി രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു 15 മിനിറ്റ്, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ ഉടനെ ഉറങ്ങരുത് എന്ന് ഡോക്ടർമാർ പറയുന്നു, അതുകൊണ്ട് ഒരു 15 മിനിറ്റ്, അത് കഴിഞ്ഞ് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു 15 മിനിറ്റ്. ഇതൊരു ലൈഫ് സ്റ്റൈലാക്കാമോ? ഏത് പാറയിലും ദ്വാരമിടുന്ന ഒരത്ഭുതം പോലെ സ്ഥിരമായി ചെയ്യുന്ന കാര്യം ദാനിയേലിനെ പോലെ നമ്മളെ ഉയരങ്ങളിൽ എത്തിക്കും. ആരോടൊക്കെയുള്ളൊരു ദൂതാണ് ഈ ഓഗസ്റ്റ് മാസം മുതൽ, ഇന്ന് രാവിലെ മുതൽ ആരംഭിക്കുക. ചിലപ്പോൾ ഇത് കേൾക്കുന്ന വിദേശ രാജ്യങ്ങളിലുള്ളവർ അവരുടെ സമയം വേറെയായിരിക്കും. എങ്കിലും നിങ്ങൾ 1-ാം തീയതി മുതൽ ഒരു തീരുമാനമെടുക്കുക. ചില തീരുമാനങ്ങൾ അതൊരു ഡിസിപ്ലിനിലേക്ക് നമ്മളെ കൊണ്ടുവരും. ഒരു തീരുമാനമെടുക്കാതെ നമുക്കത് ചെയ്യാൻ കഴിയില്ല. നമ്മൾ പ്ലാൻ ചെയ്യാൻ പരാജയപ്പെട്ടാൽ പരാജയപ്പെടാൻ നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. നമ്മൾ പ്ലാൻ ചെയ്തില്ലെങ്കിൽ മറ്റൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്, പരാജയത്തിൻ്റെ പ്ലാൻ. നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യും. എന്നാൽ ഈ ഓഗസ്റ്റ് മാസത്തിന് വേണ്ടി നല്ലൊരു പദ്ധതിയുണ്ട്. വലിയ കാര്യങ്ങളൊന്നും വേണ്ട. 15 മിനിറ്റ് പ്രാർത്ഥന, 2 അധ്യായം ബൈബിൾ വായന, രാവിലെ 2, ഉച്ചക്ക് 2, വൈകിട്ട് 2. നിങ്ങൾ മാറിയിരിക്കും. ഈ ഓഗസ്റ്റ് മാസം തീരുന്നതിനുള്ളിൽ നിങ്ങൾ വലിയ അത്ഭുതങ്ങൾ കണ്ടിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നിന്ന് 2 ദിവസം നമ്മൾ ചിന്തിച്ചു. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകും. ഹൃദയവാഞ്ചയും പ്രാർത്ഥനയും ഒരുമിച്ച് പോയാൽ മറുപടി ഉറപ്പാണ്. അതൊരു വലിയ ദാഹത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അതിടക്ക് വെച്ച് നിന്നു പോകില്ല, അത് മറുപടി കണ്ടിരിക്കും. 2-ാമത്തെ വാക്യം, അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയും. യഹൂദന്മാർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയും. പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെക്കുറിച്ച് എരിവുള്ളവരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. ഭയങ്കര എരിവ്. പ്രത്യേകിച്ച് കാത്തലിക് കുടുംബങ്ങളിൽ ഭയങ്കര കർത്താവിനോട് എരിവും തീഷ്ണതയും ഉള്ളവരാണ്. ഞാൻ അങ്ങനെയുള്ള ഒത്തിരി കുടുംബങ്ങളിൽ പോയിട്ടുണ്ട്, പാർത്തിട്ടുണ്ട്. എൻ്റെ രക്തബന്ധങ്ങളിലുണ്ട്. വളരെയധികം ഭക്തിയോടെ ജീവിക്കുന്നവർ, കർത്താവ് കഴിഞ്ഞിട്ടേ ഉള്ളവർക്ക്. എന്നാൽ പരിജ്ഞാനപ്രകാരമല്ലാത്ത പലതും ആ കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോകാനും നമ്മൾ പ്രാർത്ഥിക്കണം. പരിജ്ഞാനപ്രകാരമായി എരിവാണ് നമുക്ക് വേണ്ടത്. പരിജ്ഞാനപ്രകാരമല്ലാത്ത എരിവ് പൗലോസിൻ്റെ ആദ്യ ജീവിത ശൈലി പോലെയാകും. മുമ്പ് ഞാൻ നിഷ്ഠൂരനായിരുന്നു, ഉപദ്രവിയായിരുന്നു, ദൂഷകനായിരുന്നു. ദൈവസഭയിലുള്ളവരെ കൊന്നു മുടിക്കാൻ മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് അധികാരപത്രം വാങ്ങി. അപ്പോൾ മഹാപുരോഹിതന്മാരും ഈ ലിസ്റ്റിൽപ്പെട്ടതാണ്. അന്നത്തെ പള്ളിയുടെ അധികാരപത്രം കയ്യിലുണ്ട്. പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും എരിവുള്ളവർ ഭയങ്കര അപകടം ചെയ്യും. അത് എല്ലാ മതങ്ങളിലുമുണ്ട്. എല്ലാ മതങ്ങളിലും എരിവുള്ളവരുണ്ട്. എന്നാൽ എല്ലാ മതങ്ങളിലും പരിജ്ഞാനമില്ല. പരിജ്ഞാനമെന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ പദ്ധതിയെ ശരിയായി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാണ് പരിജ്ഞാനം. അപ്പൊ എന്താണ് പരിജ്ഞാനം? ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച കർത്താവായ യേശു ക്രിസ്തു എന്ന ഏക
കർത്താവിൻ്റെ അടുക്കൽ വന്ന്, യേശുവേ, അങ്ങ് ദൈവമയച്ച, പിതാവയച്ച ഏകജാതനായ പുത്രനാണ്. അങ്ങ് എനിക്ക് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത്. അങ്ങേ ഞാൻ എൻ്റെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കാൽക്കൽ വീഴുന്നതാണ് പരിജ്ഞാനം. ആ കാര്യത്തിൽ എരിവുണ്ടോ? അതാണ് വിജയം. എങ്കിലും പൗലോസ് പറയുന്നു, അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരാകുന്നു എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അവർക്കൊരു എരിവുണ്ട്. ആ എരിവിനെ നമ്മൾ അഭിനന്ദിക്കണം. ആ എരിവ് കണ്ടാൽ അറിയാം, ഇനി അവർക്ക് പരിജ്ഞാനവും കൂടി ഉണ്ടായാൽ മതി. എന്നാൽ ചിലരുണ്ട്, പരിജ്ഞാനമുണ്ട്, എരിവില്ല. ഇന്ന് ദൈവസഭകളിലെ ഒരു നല്ല ശതമാനം ആൾക്കാരുടെ അവസ്ഥ അതാണ്. ഒരു എരിവുമില്ല, ദൈവത്തിന് വേണ്ടി യാതൊരു എരിവുമില്ല. എന്നാലോ ഭയങ്കര പരിജ്ഞാനമാണ്. ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെയുള്ള പുസ്തകത്തിലെ എല്ലാ വാക്യത്തിൻ്റെയും വ്യാഖ്യാനം അറിയാം. കർത്താവിനെ നന്നായിട്ട് അറിയാം. പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ചിലരൊക്കെ ചില മീറ്റിംഗ് കഴിയുമ്പോൾ ചില വാക്യം അങ്ങനെയല്ലെന്നൊക്കെ വന്ന് എന്നോട് പറഞ്ഞു തരാറുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷമാണ്. അങ്ങനെയുള്ളവർ പറഞ്ഞു തരുന്നവരുണ്ട്. ചില കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട്. ഞാനിടയ്ക്ക് ഓരോ തമാശകളൊക്കെ ലൈവ് മീറ്റിങ്ങിൽ പറയും. ജീസസ് എവരിഡേയിൽ കുറവാണ് പറയുന്നത്, സൺഡേ ലൈവിലൊക്കെ പറയും. അപ്പോൾ അതൊക്കെ കേൾക്കുന്ന പലരും എനിക്ക് നല്ല തമാശകളൊക്കെ ഇട്ട് തരും. ഒത്തിരി നല്ല തമാശകൾ. അതെല്ലാം ഞാൻ എഴുതിയെടുക്കും, അടുത്ത സ്ഥലത്ത് പറയും. അപ്പോൾ എനിക്ക് ഗുണം ചെയ്യുന്നവരുണ്ട്, വചനം പറഞ്ഞു തരുന്നവരുണ്ട്, ഭയങ്കര പരിജ്ഞാനമുള്ളവരുണ്ട്. എന്നാൽ സങ്കടം എരിവില്ലാത്തവരെ കൊണ്ട് നമ്മുടെ സമൂഹം നിറയുകയാണ്. പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. പരിജ്ഞാനം കൊണ്ട് മാത്രമായില്ല, എരിവ് കൂടി വേണം. അതാണ് ഇവിടെ നമ്മൾ വായിച്ചത്. അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. എരിവുള്ളവരെ കണ്ടാൽ അറിയാം. പൗലോസ് എരിവുള്ളവനായിരുന്നു, പത്രോസ് എരിവുള്ളവനായിരുന്നു, യോഹന്നാൻ എരിവുള്ളവനായിരുന്നു. ഇവരെല്ലാം ദൈവത്തിനു വേണ്ടി എരിവോടെ നിന്നവരാണ്. പഴയ നിയമത്തിലെ യോശുവ എരിവുള്ളവനായിരുന്നു, കാലേബ് എരിവുള്ളവനായിരുന്നു. ബൈബിളിൽ ദൈവത്തിനു വേണ്ടി എരിവോടെ നിന്നവരുണ്ട്. ഉഴപ്പന്മാരല്ല. എരിവുള്ളവരെ കണ്ടാൽ അറിയാം. അവരുടെ ആരാധനയും അവരുടെ ദൈവസ്നേഹവും എല്ലാറ്റിനകത്തും ഒരു എരിവുണ്ടാകും. ചില സൗകര്യമാരുണ്ട്, ഏത് കറി ഉണ്ടാക്കിയാലും നല്ല കറിയാണ്, പക്ഷെ ഭയങ്കര എരിവായിരിക്കും എല്ലാറ്റിലും. അവർ പറയുന്നത് എരിവുണ്ടെങ്കിലേ അതൊന്ന് കഴിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോഴാണ് ആ മീൻകറിക്ക് അതിൻ്റെ ഗുണം നിലവാരമുള്ളത്. ഇറച്ചിക്കറിയാണോ, അത് കഴിക്കുമ്പോൾ എന്ന് കാണിക്കണം. അവിടെ കുറച്ച് വെള്ളം കൂടി കുടിക്കണം. ഹോട്ടലുകളിൽ ചെന്നാൽ ഭയങ്കര എരിവാ ചില ഹോട്ടലുകൾ. എന്നാൽ ആ ഹോട്ടലിൽ ആൾക്കാരും കുറയാറില്ല. എരിവും രുചിയും ഒരുപോലെ കൊണ്ടുപോകുന്നവർ. അപ്പോൾ എരിവ് ഭൗതിക ലോകത്തിൽ ഭക്ഷണത്തിൽ എരിവ് ചേർക്കുന്ന പോലെ നാം നമുക്ക് തന്നെ ഒരു എരിവുണ്ടാക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത് ഒരു എരിവാണ്. ഈ മാസം എരിവും പരിജ്ഞാനവും ഒരുപോലെ കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ ഓഗസ്റ്റ് മാസം നമ്മൾ ചരിത്രമായി മാറും. പൗലോസ് പരിജ്ഞാനവും എരിവും ഒരുമിച്ച് കൊണ്ടുപോയി. ചിലർക്ക് പരിജ്ഞാനമുണ്ട്, എരിവില്ല. ചിലർക്ക് എരിവുണ്ട്, പരിജ്ഞാനമില്ല. രണ്ടുപേരും വൻ പരാജയമാണ്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേർന്നാൽ നിങ്ങളൊരു ചരിത്രമാകും, ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നവരാകും. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് അവിടെ നിന്ന് ഞങ്ങളോട് സംസാരിച്ച ഈ വചനം ഇത് കേട്ടവരുടെ മേൽ എരിവും ദൈവിക പരിജ്ഞാനവും ഒരുപോലെ കൊണ്ടുവരാൻ പ്രാർത്ഥിക്കും. ഈ ഓഗസ്റ്റ് മാസം ഈ മക്കൾക്ക്
എരിവോടെ പരിജ്ഞാനത്തോടെ കർത്താവിനെ സേവിപ്പാൻ, ആരാധിപ്പാൻ കൃപ കൊടുക്കണം. അതിനായി മക്കളെ അനുഗ്രഹിക്കുന്നു. അവരേത് രാജ്യത്താണെങ്കിലും എരിവും പ്രാർത്ഥനയും ഒരുപോലെ കൊണ്ടുപോകുന്നവരായി മാറട്ടെ. എരിവും പരിജ്ഞാനവും ഒരുപോലെ കൊണ്ടുപോകാൻ കൃപ കൊടുക്കണം, യേശുവിൻ നാമത്തിൽ. ആമേൻ. വെറും എരിവ് മാത്രമാണെങ്കിൽ പരിജ്ഞാനക്കേട് ഉണ്ടാകും. എന്നാൽ പരിജ്ഞാനം എരിവാണെങ്കിൽ പക്വതയുണ്ടാകും. കർത്താവ് അതിനുള്ള കൃപ തരട്ടെ. നാളെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗം പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ബിജി അഞ്ചൽ എന്ന കർത്താവിൽ പ്രസിദ്ധനായ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ, അദ്ദേഹം ഒരു പ്രോഫറ്റ് കൂടിയാണ്. അദ്ദേഹം കടന്നു വരുന്നു. രാവിലെ 8 മണിക്കുള്ള സഭായോഗം ആരും നഷ്ടപ്പെടുത്തരുത്. ഒരുമിച്ച് കർത്താവിനെ എരിവോടെ പരിജ്ഞാനത്തോടെ കർത്താവിനെ ആരാധിക്കാം. ഗോഡ് ബ്ലസ് യു. പാതാളമേ, മരണമേ, നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിന്നിടം കോട്ടതൻ ഭക്തർക്ക്